മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധരൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാൻ നിൽക്കാണ്. അതിനു മുൻപേ തന്നെ വൈജയന്തിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് അയാള്. 23 വർഷങ്ങൾക്ക് മുൻപ് താൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നും സ്വന്തം കണ്ണിൽ വലിയൊരു തടിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ പോകരുത് വൈജയ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടോ ഗംഗാധരൻ വൈജയന്തിയോട് സംസാരിക്കുന്നത്. പക്ഷേ വൈജയന്തി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഗംഗാധരൻ പറയുന്നത്, നീ ഒന്ന് അടങ്ങിയ നിനക്കും നിന്റെ മക്കൾക്കും കൊള്ളാം, ഇല്ലെങ്കിൽ ബാലചന്ദ്രൻ അലീനയുമായിട്ട് ആ വീട്ടിലങ്ങ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമെന്ന് പറയും. അന്നേരം വൈജയന്തി കടുപ്പിച്ച് തന്നെ മറുപടി കൊടുത്തു. ആര് പറഞ്ഞു ഞാൻ അടങ്ങി നിൽക്കുമെന്ന്? ഈ വൈജയന്തി ഒരിക്കലും അടങ്ങി നിൽക്കില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തതെല്ലാം തന്നെ ബാലചന്ദ്രനാണെന്ന് പറയും. എടി വൈജയ്, നീ വലിയൊരു തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നു. നീ ചെയ്ത തെറ്റ് എന്താണെന്ന് ആരെങ്കിലും കുത്തിപ്പൊക്കി വരുന്നത് നീ ഓർക്കണം. ഗംഗാധരൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും കേട്ട് പേടിക്കാൻ എന്നെ നോക്കണ്ട എന്നായിരുന്നു വൈജയന്തിയുടെ മറുപടി. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചു. ഇനി പഴയ കഥകളൊന്നും എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത് ഗംഗേട്ടാ. 100 വട്ടം ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്നെ നിർബന്ധിച്ചത് കൊണ്ടല്ലേ ബാലചന്ദ്രനുമായിട്ട് എൻ്റെ കല്യാണം നടത്തിയത്. അതിൽ ബാലചന്ദ്രനും വലിയ പങ്കുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത വിവാഹമാണെന്നറിഞ്ഞിട്ടും അയാൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അതൊക്കെ ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷേ അപ്പോഴും ബാലചന്ദ്രൻ മറ്റൊരു ബന്ധം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പെട്ടെന്ന് അവിടെ അങ്ങ് കറന്റ് പോയി. ഫോണിലെ വെട്ടം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വൈജയന്തിക്കാണെങ്കിൽ ഒന്നും അങ്ങ് വഴങ്ങുന്നില്ല. താൻ പിടിച്ച മുയലിന് 100 കൊമ്പ് എന്ന മട്ടിലായിരുന്നു നിൽപ്പ്. ഗംഗാധരനെ വരെ പുള്ളിക്കാരി അങ്ങ് വാക്കുകൾ കൊണ്ട് അടച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. ഗംഗാധരനെ ഒരു കാര്യം ഏകദേശം പിടികിട്ടി. വൈജയന്തിയോട് താൻ ഇനി കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി ബാലചന്ദ്രൻ തന്നെ വിചാരിക്കണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. വൈജയന്തിയോട് ഗംഗാധരൻ അവസാനമായി പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു വൈജയ്. പക്ഷേ നീ ചെയ്ത തെറ്റ് എത്ര ആഴമുള്ളതാണെന്ന് മാത്രം നീ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അത് തേഞ്ഞു മാഞ്ഞു പോയെന്ന് നീ കരുതുന്നുണ്ട് എങ്കിൽ നിനക്ക് തെറ്റുപറ്റി. അന്നേരം വൈജയന്തി പറയുന്നത്, ഞാൻ ഇനി ആ വീട്ടിൽ താമസിക്കാനൊന്നും പോകുന്നില്ല. അലീന അവിടെ ഉണ്ടെങ്കിൽ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. കൈതക്കൽ തറവാട്ടിൽ എന്നെ കയറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചോളാം. ആങ്ങളമാരെല്ലാം ഇപ്പോൾ ബാലചന്ദ്രൻ്റെ കൂടെയാണല്ലോ. എല്ലാവർക്കും ഞാനൊരു ബാധ്യതയാവുമെന്ന് കരുതിയായിരിക്കും. പക്ഷേ എനിക്ക് ജോലിയുണ്ട്. മക്കളെ എനിക്ക് അന്തസ്സായി തന്നെ വളർത്താനും അറിയാം. ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. അപ്പോഴാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. പേഷ്യൻറ്റിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തലയിലെ മുറിവ് മാറി വരുന്നതേയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗംഗാധരൻ അവിടെ നിന്നും പോന്നു. പോകുന്നതിന് മുൻപേ തന്നെ അവർ പറയുന്നുണ്ട്, ഇവിടെ ഇനി കാര്യങ്ങളൊക്കെ നോക്കാൻ ബാലചന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യം നീ ഓർക്കണമെന്ന്. വൈജയന്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ വല്ലാത്തൊരു ഉറപ്പാണ്. അലീനയെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും തുരത്തണം. മരിക്കാൻ കിടന്നാലും അലീനയോടുള്ള ദേഷ്യം വൈജയന്തിക്കൊന്നും മാറുന്നില്ല. അത് സ്വന്തം മകളാണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്രമാത്രം ദേഷ്യം വൈജയന്തി അലീനയോട് കാണിക്കുന്നത്. വേലക്കാരികൾക്ക് ഇത്രയും തൊലിവെളുപ്പ് പാടില്ല എന്ന് തറവാടിത്തം കൊണ്ടാണോ ഈ കുശുമ്പും അസൂയയും എന്നൊക്കെ സംശയമാണ്. ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങി ബാലചന്ദ്രനെ കണ്ടു. ഞാൻ പോവാണ് ബാലചന്ദ്ര, ദയവ് ചെയ്ത് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നും ഗംഗാധരൻ ബാലചന്ദ്രനെ ഉപദേശിച്ചു. അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഭർത്താവിന് മറ്റൊരു ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടി വീട്ടിൽ വന്നു നിൽക്കുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ബാലചന്ദ്രൻ അത് കേട്ടപ്പോൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. തനിക്ക് നാണമില്ല ഗംഗാധര ഇതൊക്കെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയാൻ? ഞാൻ അവളോട് ക്ഷമിക്കണമെന്നാണോ? അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവളുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കണമെന്നാണോ? 23 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു പെണ്ണിനെ പ്രണയിച്ചു എന്നും പറഞ്ഞ് ഈ അഹങ്കാരിയോട് ഞാൻ മാപ്പ് പറയണമെന്നാണോ താനീ പറയുന്നത്? ഒരിക്കലുമില്ല. എൻ്റെ കോടതിയിൽ വൈജയന്തിക്കൊരിക്കലും മാപ്പില്ല. അവളുടെ പുറകെ പട്ടിയെപ്പോലെ നടക്കാനൊന്നും ഇനി എന്നെ കിട്ടില്ല എന്ന് ബാലചന്ദ്രൻ ശക്തമായി തന്നെ പറഞ്ഞു. കടപ്പാട്ടൂരിലേക്ക് അവൾ വരുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അവൾ അനുഭവിച്ച് തീർക്കുന്നതൊക്കെ എനിക്ക് കാണണം. 23 വർഷം മുൻപ് എന്നെ ചതിച്ചത് അവളാണ്. ഇത്രയും കാലം ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു. പക്ഷേ ഒന്നുമില്ലാത്തവളായിരുന്നിട്ട് പോലും അഹങ്കാരത്തോടെയുള്ള മുഖംമൂടി അണിഞ്ഞ് നടക്കുമായിരുന്നു അവള്. എൻ്റെ ചങ്കിൽ കത്തി കയറ്റിയ ആ മുറിവ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറാൻ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കും. ഇനി ഞാൻ ജീവിക്കുന്നത് അലീനക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ്. ബബിതക്കും രോഹിത്തിനും വേണമെങ്കിൽ അമ്മയുടെ കൂടെ പോവാം. അമ്മയുടെ വാലാട്ടി നടന്ന് അവസാനം അവർക്ക് സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നോളും. അവളുടെ അവിഹിത കഥകളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കൂടെ നിൽക്കില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഇത്രയും കാലം അവൾ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു.
ബാലചന്ദ്രന്റെ കണ്ണിലെ ആ തീക്ഷ്ണതയിൽ നിന്ന് തന്നെ വൈജയന്തിയോടുള്ള ദേഷ്യമെല്ലാം വ്യക്തമാണ്. അത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ ഗൾഫിൽ പോയിട്ടൊക്കെ പണമുണ്ടാക്കിയിരുന്നത്. എല്ലാം വൈജയന്തിക്ക് വേണ്ടിച്ച് മാത്രമായിരുന്നു. പക്ഷേ അവളും അവളുടെ ആങ്ങളമാരും കൂടി ചേർന്ന് കൂടതിന് അയാളെ വഞ്ചിച്ചിരിക്കുന്നു. വൈജയന്തിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് കരുതിയിട്ടാവാം അവൾ ഒരു പക്ഷേ ഈ കാര്യമൊന്നും പറയാതിരുന്നത്. പക്ഷേ അന്ന് സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ബാലചന്ദ്രൻ ആ കുഞ്ഞിനെയും അങ്ങ് സ്വീകരിച്ചേനെ. കാരണം അയാൾക്ക് അത്രയും അധികം സ്നേഹമായിരുന്നു അന്നൊക്കെ വൈജയന്തിയോട്. പക്ഷേ എല്ലാം മറച്ചുവെച്ച് അയാളെ അവൾ അങ്ങ് വിഡ്ഢിയാക്കി. ഗംഗാധരൻ അവിടെ നിന്നും യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. ഇനി പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയായിരിക്കും. അലീനയെ കാണാനും സംസാരിക്കാനും അവർക്ക് വലിയധികം ആഗ്രഹം തോന്നി. മനു വീട്ടിലേക്ക് എത്തിയപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോനെ എനിക്കൊന്ന് അലീനയെ വിളിച്ചു തരാമോ എന്ന് ചോദിക്കും. അലീന വലിയ ആളായിപ്പോയോ എന്നൊരു പേടിയും അവർക്കുണ്ടായിരുന്നു. മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശിക്ക് അവളെ ഇപ്പോഴും അറിയില്ലേ? അത്രയും പറഞ്ഞുകൊണ്ടതിന് മനു ഫോണ് വിളിച്ചു കൊടുത്തു. അലീനയോട് മുത്തശ്ശി സുഖമാണോ എന്ന് ചോദിച്ചു. എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല മോളെ. കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാ നിന്നോട് ദേഷ്യം? അന്നത്തെ കാലത്ത് അവർ ചെയ്ത തെറ്റിന് നിന്നെ ഞാൻ എന്തിനു കുറ്റപ്പെടുത്തണം? അലീന പറഞ്ഞു. മുത്തശ്ശി ഇങ്ങോട്ടേക്ക് പോര്. എൻ്റെ മുത്തശ്ശിയെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാമെന്ന് പറയും. അച്ഛൻ വെറും ഒരു പാവമാണ് മുത്തശ്ശി. അമ്മയുടെ ഓരോരോ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മുത്തശ്ശി അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എത്രമാത്രമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുത്തശ്ശി ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയണം അലീന. മനു ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് വരാൻ വലിയ താല്പര്യമുണ്ടെന്ന്. അലീനയുടെ അവിടെ മാത്രമല്ല കമലയുടെ വീട്ടിലും ഇപ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടൽ തന്നെയാണ്. അച്ഛനും രാജീവനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കമലയുടെ ഭരണം തുടങ്ങും. അതിനു മുൻപ് മുത്തശ്ശി അങ്ങോട്ടേക്ക് എത്തിക്കാമെന്ന് മനു ഉറപ്പ് നൽകി. ഫോൺ കട്ട് ചെയ്തപ്പോൾ മുത്തശ്ശി മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കാറുണ്ടോ എന്ന്. മനു ആദ്യം ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും മുത്തശ്ശി കള്ളം പറയരുതേ എന്ന് പറയാണ്. നിനക്ക് അവളോട് പ്രത്യേകമൊരു ഇഷ്ടമുണ്ട് എന്ന കാര്യം എനിക്കറിയാമെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ മനു അത് സമ്മതിച്ചു കൊടുത്തു. അലീനയെ പോലെ ഒരു പെണ്ണിനെ ആർക്കാണ് മുത്തശ്ശി ഇഷ്ടപ്പെടാത്തത്? പണ്ട് പറഞ്ഞതുപോലെ അവളെ കല്യാണം കഴിച്ചാലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ മനുവിനൊന്ന് നാണം വന്നു. അവളുടെ സ്വഭാവം രൂപവുമൊക്കെ മനുവിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു. കമലമ്മ തല കുത്തി നിന്നാൽ പോലും സാരമില്ല, നിനക്കിഷ്ടമുള്ളവരെ വിവാഹം കഴിച്ചോ എന്ന് മുത്തശ്ശി അനുഗ്രഹിച്ചു. മനു തിരിച്ചു വന്നപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അവളെ കണ്ടോ എന്ന്. അതെ, അവളെ കാണാൻ തന്നെയാണ് ഞാൻ അവിടെ പോയത്. അതിന് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനു തിരിച്ചടിച്ചു. അവളെ സമാധാനിപ്പിക്കാൻ പോയതാണെന്നും ഇനി എന്തെങ്കിലും അറിയണോ എന്നും ചോദിച്ചപ്പോൾ കമല ദേഷ്യം കൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വൈജയന്തി കടപ്പാട്ടൂരിലെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തതുപോലെയായിരിക്കും. പക്ഷേ അവിടെ അവരെ കാത്തിരുന്നത് പഴയ ബാലചന്ദ്രനായിരുന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുമ്പോൾ തന്നെ അലീന ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ട് വൈജയന്തിയുടെ ചോര തിളച്ചു. എടി, നീ ഈ പടിയിറങ്ങാതെ ഞാൻ അകത്തേക്ക് കയറില്ല എന്ന് വൈജയന്തി വിളിക്കുമ്പോൾ ബാലചന്ദ്രൻ ശാന്തനായി പുറത്തേക്ക് വന്നു. ഇത് നിന്റെ മാത്രം വീടല്ല വൈജയ്, എൻ്റെ മകളുടെയും കൂടി വീടാണ്. നിനക്ക് വേണമെങ്കിൽ അകത്തേക്ക് കയറാം, അല്ലെങ്കിൽ വന്ന വണ്ടിയിൽ തന്നെ നിനക്കങ്ങ് തിരിച്ചു പോകാമെന്ന ബാലചന്ദ്രൻ്റെ ഉറച്ച മറുപടി വൈജയന്തിയെ വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. ആദ്യമായി തൻ്റെ അധികാരം ആ വീട്ടിൽ ചോദ്യം ചെയ്യുന്നത് അവർ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ മനു മുത്തശ്ശിയെയും കൂട്ടിയിട്ട് അലീന അടുത്തേക്ക് എത്തി. മുത്തശ്ശിയെ കണ്ടതും അലീന ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയാണ്. ഈ കാഴ്ച കമലയും വൈജയന്തിയും ഒരുപോലെ തന്നെ അസ്വസ്ഥയാക്കിയിരുന്നു. എന്നാൽ കഥാപരിസരം മാറുന്നത് വൈജയന്തിയുടെ പഴയ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോഴാണ്. വൈജയന്തിയുടെ ആൾക്കാരെല്ലാം തന്നെ ബാലചന്ദ്രനെ ഒതുക്കാൻ വേണ്ടി ഗുണ്ടകളെ വിടുന്നുണ്ട് എങ്കിലും രാജീവനും ശിവശങ്കരനും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതെല്ലാം തടഞ്ഞു. ആ സംഘത്തിനിടയിൽ വൈജയന്തിയുടെ പഴയ കാമുകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന സത്യം ബാലചന്ദ്രൻ കണ്ടെത്തി. അയാൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിയെ തേടി വന്നിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ വൈജയന്തി ആകെ തകർന്നു പോവും. താൻ കെട്ടിപ്പൊക്കിയ ആഭിജാത്യത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന് അവർ ഭയപ്പെട്ടു. അവസാന നിമിഷം താൻ വെറുതെ ഇരുന്ന അലീന തന്നെയാണ് വലിയ തകർച്ചയിൽ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വൈജയന്തി തിരിച്ചറിഞ്ഞ ഒരു മുഹൂർത്തം കൂടി ഇനി വരുന്നുണ്ട് കേട്ടോ. തൻ്റെ പഴയ കാമുകനായിട്ടുള്ള സ്റ്റാൻലിയെ ഒരിക്കൽ വൈജയന്തി അവിടെ വെച്ച് കാണുന്നുണ്ടെങ്കിലും മകളെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അലീനയും മനുവും ചേർന്നുകൊണ്ടായിരിക്കട്ടെ അയാളെ നേരിടുന്നത്. എൻ്റെ അമ്മ ഒരു പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് തിരുത്താൻ അമ്മക്ക് അവകാശമുണ്ട് എന്ന് അലീന ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ വൈജയന്തിയുടെ ഉള്ളിലെ കടുത്ത പകങ്ങ് അലിഞ്ഞില്ലാതാവാണ്. അലീന തൻ്റെ സ്വന്തം ചോരയാണെന്ന സത്യം വൈജയന്തി മനസ്സാൽ അംഗീകരിച്ചു. ഒടുവിൽ മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം തന്നെ അലീനയുടെയും മനുവിൻ്റെയും വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. വൈജയന്തി തൻ്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നതും അലീനയെ മകളായി ചേർത്ത് പിടിക്കുന്നതുമായ ഹൃദയസ്പർശിയായ ഒരു ക്ലൈമാക്സ് ഒക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു നിമിഷത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.